പ്രിയപ്പെട്ട കുട്ടികളെ, ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ചില മോഡൽ ക്വസ്റ്റ്യനും അവയുടെ ആൻസറും വിശദീകരിക്കുന്ന വീഡിയോ ആണിത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണാൻ കഴിയും. ഒരു ടേബിൾ നൽകിയിട്ട് ആ ടേബിളിനെ അടിസ്ഥാനമാക്കി 3 ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ. ആ 3 ചോദ്യങ്ങൾ എന്താണെന്ന് പെട്ടെന്ന് വിശദീകരിക്കാം. തന്നിട്ടുള്ള ടേബിളിനെ അടിസ്ഥാനമാക്കി ആദ്യം നമ്മൾ കമ്മീഷൻ എന്ന് റേഞ്ചിന് പേര് നൽകിക്കൊണ്ട് ടോട്ടൽ കമ്മീഷൻ എത്രയാണെന്ന് കണ്ടെത്തണം. രണ്ടാമത്തെ ചോദ്യം, അതിൽ സെയിൽസ്മാൻ, മാനേജർ, GM എന്നിങ്ങനെ 3 പോസ്റ്റുകളുണ്ട്. അതിൽ സെയിൽസ്മാൻമാർക്ക് മാത്രം കിട്ടിയിട്ടുള്ള ടോട്ടൽ കമ്മീഷൻ എത്രയാണെന്ന് കണ്ടെത്തണം. മൂന്നാമത്തെ ചോദ്യം, 90,000 കമ്മീഷൻ വാങ്ങുന്ന ആളുടെ പേര് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തണം. അപ്പൊ ഇവ എങ്ങനെയാണ് ചെയ്യുക എന്ന് വിശദീകരിക്കാം. ആദ്യം ചോദ്യത്തിൽ നൽകിയതുപോലെ കാൽക്ക് ഓപ്പൺ ചെയ്ത് തന്നിട്ടുള്ള ടേബിൾ അതേപോലെ എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അതേപോലെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആദ്യം നമ്മൾ റേഞ്ചിന് കമ്മീഷൻ എന്ന് പേര് നൽകണം. അപ്പൊ ഈ കമ്മീഷനിലെ C2 മുതൽ C7 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്തതിനു ശേഷം ഷീറ്റ് മെനുവിലെ നെയിംഡ് റേഞ്ചിലെ ഡിഫൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഡിഫൈൻ നെയിം എന്ന വിൻഡോ കാണാം. അതിലെ നെയിം എന്നുള്ള ഭാഗത്ത് റേഞ്ചിന് നമ്മൾ പേര് നൽകണം. ഇവിടെ നമ്മൾ പേര് നൽകേണ്ടത് കമ്മീഷൻ എന്നാണ്. ഞാനിവിടെ കമ്മീഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ റേഞ്ചിന് കമ്മീഷൻ എന്ന് പേര് നൽകിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 3 ചോദ്യങ്ങളുടെ ചോദ്യ നമ്പർ ഇവിടെ നൽകാം. A, B, C. നമ്മൾ ചോദ്യ നമ്പറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത സെല്ലിലായി അതിന്റെ ഫോർമുല നമുക്ക് ടൈപ്പ് ചെയ്യാം. ആദ്യം ടോട്ടൽ കമ്മീഷൻ കണ്ടെത്താനുള്ള ഫോർമുല ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ ആ റേഞ്ചിന് നമ്മൾ പേര് നൽകി കഴിഞ്ഞു, കമ്മീഷൻ. അപ്പൊ കമ്മീഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. കമ്മീഷൻ ഫുള്ള് ടൈപ്പ് ചെയ്യേണ്ട. അതിന് മുമ്പ് തന്നെ നമുക്ക് സ്ക്രീനിൽ കമ്മീഷൻ എന്ന് വന്നതായി കാണാൻ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ മതി. ഒന്നുകൂടി എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കമ്മീഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം, അവിടെ സെയിൽസ്മാൻമാരുണ്ട്, മാനേജറുണ്ട്, GM ഉണ്ട്. അതിൽ സെയിൽസ്മാൻമാർക്ക് മാത്രം കിട്ടിയ ടോട്ടൽ കമ്മീഷൻ കണ്ടെത്തണം. അതിനുള്ള ഫോർമുല ഈക്വൽ ടു സം ഈഫ് ബ്രാക്കറ്റിൽ റേഞ്ച് ആണ്. ഇവിടെ റേഞ്ച് ഉദ്ദേശിക്കുന്നത് പോസ്റ്റിന്റെ റേഞ്ച് ആണ്. B2 മുതൽ B7, B2 to B7 സെലക്ട് ചെയ്താൽ മതി. അവിടെ B2 to B7 ഒന്ന് കാണാൻ കഴിയും, കോമ. ഇനി നമുക്ക് ക്രൈറ്റീരിയ, ഇവിടെ ക്രൈറ്റീരിയ സെയിൽസ്മാൻമാരുടെ മാത്രം കമ്മീഷൻ കണ്ടെത്തിയാൽ മതി. അപ്പൊ ഡബിൾ കൊട്ടേഷനിൽ സെയിൽസ്മാൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ സെയിൽസ്മാൻമാരുടെ മാത്രം സെയിൽസ്മാൻ, ആ ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, കോമ. ഇവിടെ അവരുടെ ടോട്ടൽ കമ്മീഷൻ ആണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഇവിടെ സം റേഞ്ച് എന്ന് പറയുന്നിടത്ത് കമ്മീഷൻ എന്നാണ് നൽകേണ്ടത്. നമ്മൾ നൽകിയ റേഞ്ചിന്റെ പേര്. ദെൻ കമ്മീഷൻ നൽകി എൻ്റർ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് സെയിൽസ്മാൻമാർക്ക് ലഭിച്ച ടോട്ടൽ കമ്മീഷൻ കണ്ടെത്താൻ കഴിയും. ഇനി മൂന്നാമത്തെ ചോദ്യം, 90,000 കമ്മീഷൻ വാങ്ങുന്ന ആളുടെ പേര് കണ്ടെത്താനാണ്. നമുക്കിവിടെ സ്ക്രീൻ നോക്കിയാൽ കാണാൻ കഴിയും 90,000 വാങ്ങുന്നത് റസലാണ്. അത് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടെത്തേണ്ടത്. അതിന് ഈക്വൽ ടു ലുക്ക് അപ്പ് ബ്രാക്കറ്റിൽ സെർച്ച് ക്രൈറ്റീരിയൻ എന്നുള്ളിടത്ത് 90,000 എന്ന് നൽകുക, കോമ. ദെൻ ഇവിടെ സെർച്ച് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് അതിനെ നമ്മൾ പേര് നൽകി കമ്മീഷൻ. അപ്പൊ കമ്മീഷൻ, കോമ. ഇനി കണ്ടെത്തേണ്ടത് ആളുകളുടെ പേരാണ്. അത് A2 മുതൽ A7 വരെയുള്ള റേഞ്ചിലാണുള്ളത്. അപ്പോ ഈക്വൽ ടു ലുക്കപ്പ് 90,000 കോമ കമ്മീഷൻ കോമ A2 to A7 എന്ന് എൻ്റർ നൽകി എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ആ 90,000 വാങ്ങുന്ന ആളുടെ പേര് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ കഴിയും. എ എന്ന ക്വസ്റ്റ്യന്റെ റിസൾട്ടും ബി എന്ന ക്വസ്റ്റ്യന്റെ റിസൾട്ടും സി എന്ന ക്വസ്റ്റ്യന്റെ റിസൾട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഈ രീതിയിലാണ് ഈ ചോദ്യം നമ്മൾ ലാബിൽ ചെയ്ത് കാണിക്കേണ്ടത്.